വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? അത് എന്താ ശരിയല്ലേ? എല്ലാരും ഉപയോഗിക്കുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ആഴത്തിൽ ചിന്തിക്കാൻ കറക്റ്റ് ആൻസർ ആണ്. അമ്പട കേമാ സണ്ണി കുട്ട അയ്യോ കണ്ണും ചെവി പൊത്തിക്കോളി കുഞ്ഞാടുകളെ. അയ്യേ അതൊക്കെ മോശമല്ല. പോലീസുകാർ ഒരു സാധനം ഇടുമ്പോഴാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികളാണ്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ജുമാനത്ത്. സ്ഥലം എവിടെ? കണ്ണൂര്. നിങ്ങൾ എല്ലാവരും ഒരു സ്കൂളിൽ നിന്നല്ലേ വരുന്നത്? എന്താ സ്കൂളിന്റെ പേര്? MRP സ്കൂൾ മാട്ടൂർ. പേര്? ഫാത്തിമ. സബീൽ. തുലൈബ്. നല്ല പേര് കേട്ടോ, വെറൈറ്റിനെ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. അവൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ക്ലൂസ് ഒക്കെ തരും, അറിയാവുന്നതുപോലെ പറയുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു മീനിനെ പിടിച്ചു കരക്കിട്ടാൽ എന്ത് പറ്റും? ഒരു മീനിനെ പിടിച്ചു കരക്കിട്ടാൽ എന്ത് പറ്റും? ഒരു സാധനം പറ്റും. ഒരു മീനിനെ ഇപ്പോൾ നമ്മൾ പിടിച്ച് മണ്ണ് പറ്റും. ആരാ പറഞ്ഞേ? ഇവിടെ പറഞ്ഞത് മണ്ണ് പറ്റും. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ക്ലാപ്പൊന്നും ഇല്ലേ? ഇപ്പോൾ എല്ലാവരും ഐസ്ക്രീം കുടിക്കണതുകൊണ്ട് ഒരു കൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? അത് കല്യാണം. ആരാ പറഞ്ഞത്? കറക്റ്റ് ആൻസർ ആണ്. എന്തായിരുന്നു പേര്? തുലൈബ്. നല്ല അടിപൊളി പേരാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണ് ആ സാധനം? എല്ലാവർക്കും ഉണ്ട് ആ ഒരു സാധനം, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. നിങ്ങളുടെ സ്വന്തം. എനിക്കും ഉണ്ട്. വാച്ച്. എൻ്റെ വാച്ച് ആരാ ഉപയോഗിക്കുന്നേ? എല്ലാവരും ഉപയോഗിക്കുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതല്ല, വേറെ. നമുക്ക് പേന അല്ല, പേരാ. പേര് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അതിനൊരു ക്ലാപ്പ് കൊടുക്കുക. ആരും പറയാത്ത ആൻസർ ആണ്. നല്ലൊരു ക്ലാപ്പ്. എന്തോടെ ഉഷാറായിട്ട് ക്ലാപ്പ് ഇടിയടേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എല്ലാ അച്ചാറിലും ഇടും, പക്ഷെ ആരും കഴിക്കാറില്ല. എന്താണ് ആ സാധനം? സ്പൂൺ. അറിയാമായിരുന്നല്ലേ? ഇല്ല. ആലോചിച്ച് നോക്കി. അമ്മ ഉണ്ടാക്കിയിട്ട് അച്ചാറിനകത്ത് എന്തൊക്കെ ഇടുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ സ്പൂണും ഉണ്ട്. അത് നമ്മൾ കഴിക്കാറില്ലല്ലോ. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി. എന്തിന്? ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ കിണറ്റിലോട്ട് അങ്ങ് ഇറങ്ങി. അതിനുള്ള കാരണം എന്താ? കിണറ്റിൽ ഇറങ്ങി എന്തിനാ? ചിന്തിക്കാനാണ് അയാൾ ഇറങ്ങിയത്. എങ്ങനെ ചിന്തിക്കാൻ? കിണറ്റിലേക്ക് ഇറങ്ങിയത് എങ്ങനെ ചിന്തിക്കാൻ? ആഴത്തിൽ ചിന്തിക്കാൻ. കറക്റ്റ് ആൻസർ ആണ്. അമ്പട കേമാ സണ്ണി കുട്ട മിടുക്കൻ. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുക്കൂ. അങ്ങനെ ആരും ആ ക്വസ്റ്റിൻ്റെ ആൻസർ പറയാത്തതാണ് കുട്ടികൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെയും ഇതുവരെയും ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച ഒരു മരമുണ്ട്. ഏതാണ്? മാസത്തിലൊക്കെ നമ്മൾ സാധാരണ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മരമാണ്. ആരും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ എങ്കിലും ആളുടെ പേര് കൊലയാളിക്ക് തുല്യമായിട്ടുള്ള ഒരു പേരാണ് കൊടുത്തേക്കുന്നത്. ആൽമരം അല്ല. കണിക്കുന്ന അതിൻ്റെ വേറൊരു പേര്. കൊന്നമരം. ആരാ പറഞ്ഞു? ഇവിടെ എല്ലാവരും സത്യസന്ധമായിട്ട് ആൻസർ പറഞ്ഞു. ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ? രണ്ടല്ലേ? ഇവിടെ രണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആര്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊന്നും പറയരുത്. കാലിൽ പിടിച്ചാൽ
പിടിച്ചാൽ തോളിൽ കയറുന്നതാര്? കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നതാര്? മഴയത്തും വെയിലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. കൂടാ, കറക്റ്റ് ആൻസർ. 2 ദിവസത്തെ ആൻസർ ആയില്ലേ? എടുക്കാൻ കാണും പോലെ അല്ല, വേറെ പോലെയൊന്നല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാനത്ത് കാണുന്ന മറ്റൊരു മാനം എന്താണ്? വിമാനം. ഉള്ള ക്വസ്റ്റ്യൻ. വിമാനം കറക്റ്റ് ആൻസർ ആദ്യമേ കിട്ടി. 3 ക്വസ്റ്റ്യൻ ആയി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദോശ ചുടാൻ എടുക്കുന്ന ഒരു മരമുണ്ട്. ഏതാണ് ആ മരം? തവിയാണോ ദോശ ചുടാൻ എടുക്കുന്ന മരം? മരം. ദോശ ചുടാൻ എടുക്കുന്ന മരം. മാവ്. കഴുത്തിലൊക്കെ പാമ്പിനെയൊക്കെ ചുറ്റി ഇങ്ങനെ നടക്കുകയാണ്. മാവാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കഴിക്കാനുള്ള സാധനമാണ്. പൊടിയിട്ടാൽ വടിയാകുന്ന ഒരു സാധനമുണ്ട്. ഏതെന്നറിയാവോ? പൊടിയിട്ടാൽ അപ്പോൾ തന്നെ അത് വടിയായിട്ട് വരും. കഴിക്കുന്ന സാധനമാണ്. നമ്മൾ പൊടിയാണ് അതിലേക്ക് ഇടുന്നത്, പക്ഷേ അത് വടിയായിട്ട് തിരിച്ചു വരും. നമ്മൾ കഴിക്കുകയും ചെയ്യും. പലതരം കറികൾ കൂട്ടി അത് കഴിക്കും രാവിലെ. ചായ. പൊടിയിട്ട് വടിയായിട്ട് വരുന്ന സാധനം പറയൂ. നമ്മുടെ അമ്മമാർ രാവിലെ പൊടി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അവസാനം പുട്ട്. അയ്യോ, കണ്ണും ചെവി പൊത്തിക്കോളി കുഞ്ഞാടുകളെ. ആ ആൻസർ പറഞ്ഞ ആ ഒരു രീതി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഒരു തള്ളയെ മേക്കപ്പ് പിടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ? കൊച്ചിനെ അറിയത്തില്ല തോന്നുന്നു എന്താണ് ആ സാധനം എന്നല്ലേ. ഇതാണ് കിട്ടിയത്. അപ്പോൾ 3 ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ 2 പേരും പറഞ്ഞില്ലേ? ഇപ്പോൾ 2 പേരും കൂടെ സെൻറ്റർ വന്ന് നിൽക്കുമോ? ഒരൊറ്റ ക്വസ്റ്റിൻ്റെ ആൻസർ പറയും. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുന്നവർക്ക് സമ്മാനം. അപ്പോൾ ഇന്ന് 2 വിജയികളെ കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ, ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ ഒരു വിജയിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും. ഓക്കെ. ആ ക്വസ്റ്റ്യൻ, പോലീസുകാരില്ലേ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കള്ളനെ പിടിക്കാൻ കള്ളനെ പിടിക്കാൻ പോകുന്നതാണ്. പോലീസ് ഒറ്റക്കാലിൽ നിൽക്കുന്നേ. മറ്റേ കാലം പൊന്തിക്കുമോ? നടക്കും. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? ഓടുമ്പോഴാണ്. പോലീസുകാർ ഒരു സാധനം ഇടുമ്പോഴാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്. എപ്പോഴാണെന്ന് പറയുന്നത്? ഷോക്സ്. പാൻറ്. എന്താ പറഞ്ഞേ? പാൻറ്. അച്ഛാ, പാന്റ്. അമ്മാവാ, പാന്റ്. എന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. പാൻറ് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ പാൻറ് ഇടുമ്പോഴാണ് സാധാരണ പോലീസുകാരല്ല ആരായാലും ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് എന്തായിരുന്നു പേര്? ജുമാന. നല്ല പേര്. ജുമാനയാണ്. ജുമാനയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡൻ്റായ MK ബാബു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലായി. ഇപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.